ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയത് ഫ്രഞ്ച് സൂപ്പർ താരമായ ഡെംബെലയാണ്. നമുക്കറിയാം FC ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരമായ ലാമിൻ യമാലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഡെംബെലെ ഈ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത്. അർഹിച്ച ഒരു പുരസ്കാരമാണ് ഡെംബെലയുടെ കൈകളിൽ എത്തിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. കാരണം കഴിഞ്ഞ സീസണിൽ അസാധാരണമായ പ്രകടനം രാജ്യത്തിന് വേണ്ടിയും ക്ലബിന് വേണ്ടിയും പുറത്തെടുക്കാൻ ഈ സൂപ്പർ താരത്തിന് കഴിഞ്ഞിരുന്നു. ഏതായാലും ഡെംബെലെ ഈ ഒരു പുരസ്കാരം നേടിയതോടുകൂടി ഫ്രാൻസ് ഇപ്പോൾ 8 ബാലൻഡിയോർ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് 6 വ്യത്യസ്ത താരങ്ങൾ ഫ്രാൻസിന് വേണ്ടി ഈ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പുതുതായി കൊണ്ട് ഡെംബെലെ സ്വന്തമാക്കി. അതിനു മുൻപ് കരീം ബെൻസിമ ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട്. അതിനു മുൻപ് സിദാൻ, പ്ലാറ്റിനി, പാപ്പിൻ, അതുപോലെ തന്നെ കോപ്പ എന്നിവരൊക്കെ ഈ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഫ്രാൻസ് എന്ന രാജ്യം ഇപ്പോൾ 8 പുരസ്കാരങ്ങൾ സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ ലയണൽ മെസ്സിക്കൊപ്പം എത്താൻ ഫ്രാൻസിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 6 താരങ്ങൾ ചേർന്നുകൊണ്ടാണ് 8 ബാലൻഡിയോറുകൾ നേടിയിട്ടുള്ളത്. മറുഭാഗത്ത് മെസ്സി ഒരൊറ്റ താരം 8 ബാലൻഡിയോർ പുരസ്കാരങ്ങൾ മെസ്സി തനിച്ച് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് വരുന്നത് അർജന്റീനയാണ്. ചില റിപ്പോർട്ടുകൾ കാണിക്കുന്നത് അർജന്റീന 11 തവണ ബാലൻഡിയോർ നേടി എന്നുള്ളതാണ്. അതിൽ 8 തവണ ലയണൽ മെസ്സിയുടെ ബാലൻഡിയോർ ആണ്. പിന്നീട് ആൽഫ്രഡോ ഡി സ്റ്റെഫാന 2 തവണ നേടിയിട്ടുണ്ട്. എന്നാൽ അത് സ്പെയിനിന്റെ കണക്കുകളിൽ വരും എന്ന് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിബോരി എന്ന താരം ഒരു ബാലൻഡിയോർ നേടിയിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ ഒരു ഇറ്റാലിയൻ പൗരനായിരുന്നു. അദ്ദേഹത്തിൻ്റെത് അർജന്റീനയുടെ കണക്കിൽ ഉൾപ്പെടുത്തുന്നവരുണ്ട്, അതേസമയം ഇറ്റലിയുടെ കണക്കിൽ ഉൾപ്പെടുത്തുന്നവരുണ്ട്. അങ്ങനെയാണ് അർജന്റീനക്ക് 11 ബാലൻഡിയോർ പുരസ്കാരങ്ങൾ വരുന്നത്. 2-ാം സ്ഥാനത്ത് ഫ്രാൻസ് ആണ് 8 ബാലൻഡിയോർ. 3-ാം സ്ഥാനത്ത് ജർമ്മനി, പോർച്ചുഗൽ, അതുപോലെ തന്നെ നെതർലൻഡ്സ് എന്നിവരൊക്കെ വരുന്നു. അവരെല്ലാവരും 7 തവണ വീതം ഈ ഒരു ബാലൻഡിയോർ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ലയണൽ മെസ്സി തനിച്ച് 8 ബാലൻഡിയോർ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അത് മറികടക്കാൻ ഇതുവരെ മറ്റൊരു രാജ്യത്തിനും കഴിഞ്ഞിട്ടില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.